എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 127, 128, 129 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തമാണുള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടിയിട്ട് നരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് പ്രാഗ്ജ്യോതിഷപുരത്തിലെത്തി എന്ന് പറഞ്ഞു. അവിടെ വെച്ച് ആദ്യം ഏറ്റുമുട്ടിയത് പ്രാഗ്ജ്യോതിഷപുരത്തിൻ്റെ കോട്ടവാതിൽ കാവൽക്കാരനായിട്ടുള്ള മുരാസുരനുമായിട്ടായിരുന്നു. അപ്പോൾ ആ യുദ്ധത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. മുരനെ വധിക്കാൻ പോവുകയാണ് ഭഗവാൻ. അപ്പോൾ ആ ഒരു സന്ദർഭം നമുക്ക് നോക്കാം. ആദ്യം 127ാമത്തെ ശ്ലോകം നോക്കാം. തസ്യാഭിധാവതോ ബാഹൂനുദ്യമ്യ പരിഘോപമാൻ ശൗരിശിരാംസി ചിച്ഛേദ ചക്രേണോദ്ഗീർണവന്യന. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. തസ്യ അഭിധാവത ബാഹൂൻ ഉദ്യമ്യ പരിഘോപമാൻ ശൗരി ശിരാംസി ചിച്ഛേദ ചക്രേണ ഉദ്ഗീർണവന്യന. ഭഗവാൻ എന്താ ചെയ്തത്? മുരാസുരനെ എങ്ങനെയാണ് ആക്രമിച്ചത് എന്ന് പറയാണ്. ശൗരി, ആ ശ്രീകൃഷ്ണനാകട്ടെ, ഉദ്ഗീർണവന്യന ചക്രേണ, ചക്രം കയ്യിലിരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ കയ്യിലുള്ളതായിട്ടുള്ള ശ്രീചക്രം, സുദർശന ചക്രം. ആ ചക്രം എങ്ങനെയുള്ളതാണ്? സദാസമയവും അതിൽ നിന്ന് അഗ്നി നാളങ്ങൾ പുറത്തേക്ക് വരികയാണ്, അഗ്നി കണങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതാണ് ഉദ്ഗീർണവന്യന എന്ന് പറഞ്ഞത്. അങ്ങനെ തേജക്കണങ്ങൾ, അഗ്നികണങ്ങൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നതായ ആ ചക്രം കൊണ്ട്, സുദർശന ചക്രം കൊണ്ട്, പരിഘോപമാൻ ബാഹൂൻ ഉദ്യമ്യ അഭിധാവത തസ്യ, ഓടി വരികയാണ് ശ്രീകൃഷ്ണനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഭഗവാന്റെ പാഞ്ചജന്യത്തിൻ്റെ ശബ്ദം വെള്ളത്തിൻ്റെ അടിയിൽ ഒളിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ ഇരിക്കുകയായിരുന്ന ആ അസുരൻ നല്ലവണ്ണം കേട്ടു. അത് കേട്ട ഉടനെ തന്നെ ഭഗവാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഓടി വരണതാണ് ആ ദൃശ്യം പറഞ്ഞത്. കൈകളൊക്കെ നിവർത്തി ആക്രമിക്കാൻ തക്കവണ്ണം വരുന്നവനായിട്ടുള്ള, അതാണ് പറഞ്ഞത്. പരിഘോപമാൻ ബാഹൂൻ, പരിഘ എന്ന് പറഞ്ഞാൽ ഈ വാതിലിൻ്റെ, കോട്ടവാതിലിനൊക്കെ ഇടുന്നതായിട്ടുള്ള അർഗളങ്ങൾ, അതായത് സാക്ഷ എന്ന് പറയും. 2 വാതിലുകൾ അടയ്ക്കുമ്പോൾ ഒരു വാതിലിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ വാതിലിൻ്റെ ഉള്ളിലേക്ക് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതായിട്ടുള്ള ആ ഒരു മരക്കഷ്ണത്തിനെ അല്ലെങ്കിൽ ലോഹ കഷ്ണത്തിനെയാണ് സാക്ഷ എന്ന് പറയണത്. അത് ഒരു വാതിലിൽ നിന്ന് മറുവാതിലിലേക്കും ഇടും, ഈ മറുവാതിലിൽ നിന്ന് ഈ വാതിലിലേക്കും ഇടും. അങ്ങനെ കോട്ടകളൊക്കെ അമർത്തി അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അത്രയ്ക്ക് വലിപ്പമുള്ളതായ അതിനെയാണ് പരിഘ എന്ന് പറയണത്. ഈ കോട്ടകളിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ഉപകരണം അത്രയ്ക്ക് വലിപ്പമുള്ളതായ, പരിഘോപമാൻ എന്ന് പറഞ്ഞാൽ പരിഘകളെ പോലെ ഇരിക്കുന്നതായ, ബാഹൂൻ, ബാഹുക്കൾ, കൈകൾ, വലിയ കൈകൾ, നല്ല നീളവും വലിപ്പവും ഉള്ളതായ കൈകൾ. ആ കൈകളും ഉയർത്തിക്കൊണ്ട്, ഉദ്യമ്യ ഉയർത്തിക്കൊണ്ട് കൃഷ്ണനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്, പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നവനായ, അഭിധാവത, അഭിധാവനം ചെയ്യുന്നവൻ, അടുത്തേക്ക് ഓടി വരുന്നവൻ. അങ്ങനെ ഓടി വരുന്നവനായ തസ്യ മുരാസുരസ്യ ശിരാംസി, 5 ശിരസ്സുകളുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ ശിരസ്സുകളെല്ലാം തന്നെ ഭഗവാൻ ഈ ചക്രം കൊണ്ട്, അഗ്നി പുറപ്പെടുവിക്കുന്ന, അഗ്നികണങ്ങൾ തെറ്റിത്തെറിക്കുന്നതായിട്ടുള്ള ആ സുദർശന ചക്രം കൊണ്ട് ചിച്ഛേദ, മുറിച്ചു കളഞ്ഞു. ഒരു ശിരസ്സൊന്നുമല്ല, 5 ശിരസ്സുണ്ടായിരുന്നു. ആ 5 ശിരസ്സുകളും സുദർശന ചക്രത്തിൻ്റെ പ്രഹരം കൊണ്ട് താഴത്തേക്ക് മുറിഞ്ഞു വീണു. ഭഗവാനെ ആക്രമിക്കാൻ വേണ്ടി വന്ന അസുരൻ്റെ കഥ, അതായത് നരകാസുരൻ്റെ കാവൽക്കാരനായിട്ടുള്ള മുരാസുരനെ വധിക്കുകയാണ് ഇവിടെ ചെയ്തത്. അതാണ് ഇവിടെ വർണ്ണിച്ചത്. വളരെ ഭീകരമായിട്ടുള്ള രൂപം ധരിച്ചിട്ടാണ് ആ അസുരൻ വന്നതെങ്കിലും വളരെ വേഗത്തിൽ അയാളെ വധിക്കലും കഴിഞ്ഞു. ഇനി എന്താണ് അതിനെ പറ്റിയിട്ട് കവി പറയണത് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. 128ാമത്തെ ശ്ലോകം നോക്കൂ. നരകസ്യ ശിരച്ഛേത്തും ചക്രസ്യ കൃതചേതസ സശിരഃ പഞ്ചഗച്ഛേദ പ്രാണാഹുതിരിവാഭവത്. ആദ്യം പദച്ഛേദം പറയാം. നരകസ്യ ശിരഃ ഛേത്തും ചക്രസ്യ കൃതചേതസ സ ശിരഃ പഞ്ചഗച്ഛേദ പ്രാണാഹുതി ഇവ അഭവത്. ഈ ചക്രമുണ്ടല്ലോ, സുദർശന ചക്രം ശരിക്കും എന്തിനാണ് ഭഗവാൻ ഉപയോഗിക്കാൻ വെച്ചിരുന്നത് എന്ന് കവി പറയാണ്. നരകസ്യ ശിരച്ഛേത്തും,
നരകാസുരൻ്റെ ശിരസ് ഛേദിക്കാൻ വേണ്ടിയിട്ട് ആക്രമിച്ച് കയറിയിട്ട് കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിച്ച് അവിടെ ആ രാജകൊട്ടാരത്തിൽ ദുർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നവനായിട്ടുള്ള നരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചക്രം ഭഗവാൻ തയ്യാറാക്കി വച്ചിരുന്നത്. പക്ഷേ ആദ്യം തന്നെ അതല്ല ഉണ്ടായത്, ഈ മുരാസുരനെ വധിക്കലാണ് ഉണ്ടായത്. അതെന്തുപോലെയായി ചക്രത്തിന് എന്നൊരു ഉപമാലങ്കാരത്തിലോ ഉത്പ്രേക്ഷാലങ്കാരത്തിലോ പറയുകയാണ്. നരകസ്യ ശിരഹ ഛേത്തും കൃതചേതസ. നരകാസുരൻ്റെ ശിരസ് ഛേദിക്കണമെന്ന് ഉറച്ച ബോധ്യത്തോടു കൂടിയിട്ട് അതിനായിട്ട് തയ്യാറാക്കി വച്ചിരുന്നതായ ചക്രത്തിന് പഞ്ചകച്ഛേദ സഹ ശിരഹ. പഞ്ചകച്ഛേദം എന്ന് പറഞ്ഞാൽ 5 ഭാഗങ്ങളുള്ള, അതായത് മുരാസുരന് 5 ശിരസ്സുകളുണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. പഞ്ചകച്ഛേദ, പഞ്ചഛേദങ്ങളോടെ, ഖണ്ഡങ്ങളോടെ, ഭാഗങ്ങളോടുകൂടിയ മുരാസുരൻ്റെ ആ ശിരസ്. മുരാസുരന് ഒരു ശിരസ്സല്ല, 5 ശിരസ്സുകളുണ്ട്. അതിനെയാണ് 5 ഭാഗങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. ആ ശിരസ്സുകൾ ഈ ചക്രം കൊണ്ട് അറുക്കപ്പെട്ടു. ചക്രം ആ മുരാസുരൻ്റെ ശിരസ്സുകൾ അറുത്തു. ആ മുരാസുരൻ്റെ ശിരസ്സുകളെ അറുത്തുമാറ്റൽ എന്തുപോലെയായി എന്ന് പറയാണ്. മുരസ്യ ശിരഹ പ്രാണാഹുതി ഇവ അഭവത്. പ്രാണാഹുതി എന്നതുപോലെയായി. എന്താണ് പ്രാണാഹുതി എന്ന് പറഞ്ഞാൽ? പ്രാണാഹുതി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബ്രാഹ്മണർ അല്ലെങ്കിൽ വൈദികമായിട്ടുള്ള ചടങ്ങുകൾ ചെയ്യുന്നവർ, അതൊക്കെ പഠിച്ചിട്ടുള്ളവർ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഈ പ്രാണാഹുതി എന്ന് പറയും. ഉള്ളിലുള്ള പ്രാണങ്ങളെ തർപ്പിക്കുകയാണ്. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ എന്നുള്ള 5 പഞ്ചപ്രാണങ്ങളെ തർപ്പിക്കുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തി. അതായത് ഭക്ഷണം വേണ്ടതുപോലെ ദഹിക്കുകയും ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവുകയും ദഹിക്കുകയും ശരീരത്തിലെ ഊർജ്ജമായി തീരുകയും ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതായിട്ടുള്ളൊരു പ്രവൃത്തിയുണ്ട്. അതിനെ സാധാരണമായിട്ട് കുറുക്കുറുത്തുക എന്ന് പറയാറുണ്ട്. കുടിക്കുനീർ വീഴ്ത്തുക എന്നുള്ളതാണ് അതിൻ്റെ മലയാളം. അതിനെ ചുരുക്കി അങ്ങനെ പലതും പറയാറുണ്ട്. അത് ജലപാനം നടത്തിയിട്ട് ഈ പ്രാണായ സ്വാഹ പാനായ സ്വാഹ എന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. അതിനെയാണ് പ്രാണാഹുതി എന്ന് പറയുക. ഏതൊരു ഭക്ഷണം നിവേദിക്കുന്നതിനും മുമ്പ് ഈ ഒരു പ്രവൃത്തി ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഉള്ളിലേക്കായാലും പുറത്തേക്ക് നേദിക്കലായാലും ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇതിനെയാണ് പ്രാണാഹുതി എന്ന് പറയുന്നത്. പ്രാണാഹുതി കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഈ ചക്രത്തിനും പ്രാണാഹുതിയായിട്ട് ഭവിച്ചു മുരാസുരൻ്റെ ശിരസ് അറുക്കൽ എന്നാണ് പറയണത്. അപ്പോൾ പ്രധാനമായിട്ട് ചെയ്യാനുള്ള പ്രവൃത്തിക്ക് മുൻപേ ചെയ്യുന്നതായിട്ടുള്ളൊരു പ്രവൃത്തി അതേ പ്രവൃത്തി തന്നെയാണ്. അതായത് നമ്മളെല്ലാവരും പുരുഷന്മാരാണ് സാധാരണമായിട്ട് ചെയ്യാറുള്ളത്. ലേശം വെള്ളം കുടിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തു തീർക്കാറുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യുന്ന ചെറിയൊരു പ്രവൃത്തി, അതിനെ തുടർന്ന് അതേ പ്രവൃത്തി തന്നെ വളരെ വിസ്തരിച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യുന്നതായിട്ടുള്ള ആ ഭക്ഷണത്തിന്, ചക്രത്തിന് കിട്ടിയ ആ ഭക്ഷണത്തിനെ, അതാണ് മുരാസുരവധം. അത് ഒരു പ്രാണാഹുതിയായി തീർന്നു എന്നാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. കവിക്ക് നല്ലവണ്ണം ഇത്തരത്തിലുള്ള വൈദിക ചടങ്ങുകളൊക്കെ അറിയാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണ ശ്ലോകം കൂടിയാണിത്. ഇതുപോലെ രാമായണ ചമ്പുവിലൊരു ശ്ലോകമുണ്ട്. അതോ ഭാവിനി സംഗ്രാമേ ബദ്ധശ്രദ്ധസ്യ താടക സ്വപ്രാണാൻ രാമബാണസ്യ വീരബാണമകൽപ്പയത് എന്ന് പറയുന്നുണ്ട്. വലിയ വലിയ യുദ്ധത്തിനായിട്ട് പുറപ്പെടാനിരിക്കുന്ന ശ്രീരാമൻ്റെ അമ്പുകൾക്ക് വീരബാണം എന്നാണ് പറയണത്, അഥവാ വീരപാനം എന്ന് പറയാം. വീരബാണമായി തീർന്നു താടകയുടെ രക്തം. അതായത് രാമബാണങ്ങൾ ഇനി എത്രയോ യുദ്ധങ്ങൾ ചെയ്യാനിരിക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഊർജം പകരാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും കഴിക്കാറുണ്ട്. ആ ഉത്തേജകമായിട്ടുള്ള ഔഷധമായി തീർന്നു എന്നാണ്. അത് നമ്മുടെ ശക്തിയും വീര്യമൊക്കെ കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതുപോലെ രാമൻ്റെ ബാണങ്ങൾക്ക് ശക്തിയും വീര്യവുമൊക്കെ കൂടാൻ വേണ്ടിയിട്ട് താടകയുടെ രക്തം വീരബാണമായി തീർന്നു എന്ന് പറയണ അതേ സന്ദർഭം അതുപോലെ തന്നെ തോന്നി ഇത് ഭഗവാന്റെ സുദർശന ചക്രത്തിന് പ്രാണാഹുതി കഴിച്ചതുപോലെയായി ആദ്യത്തെ മുരാസുരവധം എന്നാണ് പറഞ്ഞത്. നമുക്ക് 129 ശ്ലോകം കൂടി നോക്കാം. പദദ്ഭിസ്തരസാ തസ്യ ശീർഷൈരാഹത പുഷ്കര നദന്നംബുനിധിശൗരേ ബഭൂവ ജയദുന്ദുഭി. ആദ്യം പദച്ഛേദം പറയാം. പദദ്ഭി തരസാ തസ്യ ശീർഷൈ
आहत पुष्कर नदन अम्बुनिधि ശൗരേഹേ ബഭൂവ ജയദുന്ദുഭി. ഒരു സമുദ്രത്തിലാണല്ലോ, വലിയൊരു തടാകത്തിലാണല്ലോ മുരാസുരൻ നിന്നിരുന്നത്. അവിടെ വെച്ച് തന്നെ മുരാസുരൻ്റെ കഥ കഴിക്കുകയും ചെയ്തു. അപ്പോൾ ശിരസ്സുകളറ്റ് ഈ വെള്ളത്തിലേക്കാണ് വീണത്. അതെന്തുപോലെയായി എന്ന് പറയാണ്. കേട്ടാൽ പേടിയാവണ പോലത്തെ, ഒരു അസ്വാരസ്യം തോന്നുന്ന പോലത്തെ വർണ്ണനകളാണ്. പക്ഷെ ഭഗവാൻ ചെയ്തു. ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരെ വധിക്കുകയാണ് ചെയ്യണത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കവി ഇത്രയ്ക്കധികം വർണ്ണിക്കണത്. തസ്യ എന്ന് പറഞ്ഞാൽ ആ മുരാസുരൻ്റെ തരസാപദദ്ഭി ശീർഷൈഹി, പെട്ടെന്ന് വീഴുന്നതായ ശീർഷങ്ങളാൽ, അതായത് ഒരു തല അറുത്തു അടുത്ത തല അതിങ്ങനെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുക. 5 എണ്ണം ഇടതടവില്ലാതെ അങ്ങോട്ട് എയ്തിട്ടു നിലത്തേക്ക്, അല്ലെങ്കിൽ മുറിച്ചിട്ടു വെള്ളത്തിലേക്ക്. നിലത്തേക്കല്ല, ഈ ഒരു തടാകത്തിലേക്ക് അല്ലെങ്കിൽ സമുദ്രത്തിലേക്ക്. പദദ്ഭി ശീർഷൈഹി, അങ്ങനെ താഴെ വീണുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നതായ ശിരസ്സുകളാൽ, ശീർഷൈഹി നദൻ. അപ്പോൾ ഈ ശിരസ്സൊക്കെ വീഴുമ്പോൾ വലിയ ശബ്ദം ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഇയാൾ വലിയൊരു അസുരനുമാണ്, ഭയങ്കര വലിപ്പമുള്ള ശരീരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ വീഴുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ശബ്ദം, ആ ശബ്ദം കേട്ടാൽ എന്താ തോന്നുക? ആഹത പുഷ്കര അംബുനിധി. അത് കേട്ടാൽ ഈ പുഷ്കരം എന്ന് പറഞ്ഞാൽ ഒരു വാദ്യഘോഷമാണ്. വാദ്യഘോഷങ്ങൾ മുഴക്കുന്നത് പോലെ, വലിയ വലിയ പെരുമ്പറകളൊക്കെ മുഴക്കുന്നത് പോലെ ആ പെരുമ്പറനാദം മുഴക്കി ആര്? അംബുനിധി. ആർക്ക് വേണ്ടിയിട്ട്? ഭഗവാന്റെ ജയദുന്ദുഭി എന്നുള്ള പോലെ. ഭഗവാന്റെ ജയദുന്ദുഭി, ശ്രീകൃഷ്ണൻ ഇനി നരകാസുരനെ വധിക്കാൻ പോവുകയാണല്ലോ. അതിൻ്റെ വിജയാഘോഷം അല്ലെങ്കിൽ അതിനുള്ള പുറപ്പാട്, ഗംഭീരമായിട്ടുള്ള ഒരു ആരംഭം എന്നുള്ള നിലയ്ക്കായിരുന്നു മുരാസുരൻ്റെ ശിരസ്സുകൾ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ കേൾക്കുന്നതായിട്ടുള്ള ശബ്ദം. അത് ഒരു പുഷ്കരവാദ്യം വായിച്ചതുപോലെ, അടിച്ചു വായിക്കുന്ന വാദ്യമാണ് പുഷ്കരമൊക്കെ. വലിയ മിഴാവ് അല്ലെങ്കിൽ ചെണ്ട പോലെയുള്ളതൊക്കെ. അതിൻ്റെ ആ തരം വാദ്യങ്ങളുടെ മുകളിൽ കൊട്ടുമ്പോൾ ഉണ്ടാകുന്നതായ, വായിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ശബ്ദം എപ്രകാരമായിരുന്നുവോ അപ്രകാരമായിരുന്നു ഈ അസുരൻ്റെ ശിരസ്സുകൾ അറ്റ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. അത് അംബുധി തന്നെത്താനെ ശ്രീകൃഷ്ണൻ്റെ ജയഭേരി നിനാദം ഉണ്ടാക്കിയതാണോ എന്ന് സംശയമുണ്ട് എന്നുള്ള രീതിയിലാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തസ്യാഭിധാവതോ ബാഹൂനുദ്യമ്യ പരിഘോപമാൻ ശൗരിശിരാംസി ചിച്ഛേദ ചക്രേണോദ്ഗീർണവഹ്നിന നരകസ്യ ശിരശ്ഛേത്തും ചക്രസ്യ കൃതചേതസ സശിരഃ പഞ്ചഗച്ഛേദ പ്രാണാഹുതിരിവാഭവത് പദദ്ഭിസ്തരസാ തസ്യ ശീർഷൈരാഹത പുഷ്കര നദന്നംബുനിധി ശൗരേ ബഭൂവ ജയദുന്ദുഭി. അങ്ങനെ മുരാസുരനെ വധിക്കൽ കഴിഞ്ഞു. അടുത്തതായിട്ട് നരകാസുരനെ വധിക്കാനാണ് പോണത്. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. വളരെ തീവ്രമായിട്ടുള്ള വീരരസവും ക്രോധവും ജുഗുപ്സയും ഒക്കെ വർണ്ണിക്കുന്നതായിട്ടുള്ള ഈ 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.